ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ എന്ന വചനഭാഗമാണ്. യേശു ഫരിസേയരും തമ്മിലുള്ള സാപത്ത് വിവാദത്തെ തുടർന്ന് യേശുവിനെ വധിക്കാൻ യഹൂദ നേതൃത്വം നിശ്ചയിക്കുന്നു. കാരണം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവിടുത്തെ പ്രശസ്തി വർദ്ധിച്ചു വന്നു. യേശുവിന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും ചിന്താഗതികൾ ഉൾക്കൊള്ളാൻ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ അനുവദിച്ചില്ല. ഫരിസേയർ യേശുവിനെ നശിപ്പിക്കാൻ ആലോചിച്ചപ്പോൾ യേശു അവിടം വിട്ടുപോയി. യേശു രോഗികളെ സുഖപ്പെടുത്തി, എന്നാൽ അക്കാര്യം പരസ്യമാക്കാൻ ജനത്തെ അനുവദിച്ചില്ല. അവിടുന്ന് പ്രശസ്തി ആഗ്രഹിച്ചില്ല. യേശുവിന്റെ പിൻവാങ്ങലുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, യഹൂദർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചപ്പോൾ യേശു അവിടെ നിന്ന് പിൻവാങ്ങുന്നു. രണ്ടാമതായി, തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു. യേശു ചില സന്ദർഭങ്ങളിൽ ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യേശു ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. മറ്റവസരങ്ങളിൽ ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകാൻ ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ സമയമായപ്പോൾ യേശു തന്റെ പീഡാസഹനത്തിന്റെ മുന്നിലേക്ക് സ്വയമേവ ഇറങ്ങിച്ചെല്ലുന്നുമുണ്ട്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്, ഭയപ്പെട്ട് വിശ്വാസം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഒളിച്ചോട്ടമല്ല ഈ പിൻവാങ്ങൽ, മറിച്ച് വിവേകപൂർവം അനാവശ്യമായ ആപൽസന്ധികൾ ഒഴിവാക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 23 പറയുന്നു, ഒരു നഗരത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:2 പറയുന്നു, ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ യേശു യൂദയായിലുള്ള തൻ്റെ ശിഷ്യരോട് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ സുവിശേഷത്തിന് സാക്ഷ്യം നൽകേണ്ട ആവശ്യം വരുമ്പോൾ നിർഭയം സാക്ഷ്യം നൽകണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:18 പറയുന്നു, നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും വിജാതിയരുടെ മുമ്പാകെ സാക്ഷ്യം നൽകണം. യേശു സഹനദാസന്റെ ദൗത്യം ഏറ്റെടുത്ത് പീഡാസഹനം സ്വീകരിച്ചപ്പോൾ സ്വയമേവ പീഡാസഹനവും കുരിശുമരണവും ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള സഹനദാസന്റെ കീർത്തനം യേശുവിൽ പൂർത്തിയാകുന്നതായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് ഈ മെസ്സിയാനിക പ്രവചനത്തിൽ കാണാൻ കഴിയുക. ഒന്നാമതായി, യേശുവെന്ന മെസ്സിയ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമാണ്. ആത്മാവ് പ്രസാദിച്ച് ആത്മാവി കുടികൊള്ളുന്നവനും ദൈവത്താൽ നയിക്കപ്പെടുന്നവനുമാണ്. ദൈവത്തിൻ്റെ ആത്മപ്രചോദിത പ്രതിനിധിയാണ് രക്ഷകൻ. അവിടുന്ന് സാപത്തിൻ്റെയും മോശയുടെ നിയമങ്ങളുടെയും അതിനാഥനും പിതാക്കന്മാർ കാത്തിരുന്നവനും പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചവനുമാണ്. രണ്ടാമതായി, സജാതിയർക്ക് മാത്രമല്ല വിജാതിയർക്കും പ്രിയപ്പെട്ടവനും നീതി നടത്തിക്കൊടുക്കുന്നവനുമാണ് ഈ മെസ്സിയ. ഈ മെസ്സിയ നഷ്ടപ്പെട്ടുപോയി ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്നവൻ എന്ന ആശയത്തെ പൂർത്തിയാക്കുന്നവനുമാണ്. അവിടുന്ന് ഏക ഇടയനും ഒരു ആലയുമായി തീർക്കുന്ന രക്ഷകനാണ്. യഹൂദരും വിജാതിയരും യേശു ക്രിസ്തുവാണ്, രക്ഷകനാണ് എന്ന് ഉദ്ഘോഷിക്കപ്പെടേണ്ടവനാണ്. അവിടുന്ന് സിയോനിൽ ജനതകൾക്കും വേണ്ടി വിരുന്നൊരുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എല്ലാവരുടെയും കുറവുകൾ ഏറ്റെടുക്കുന്നവൻ, എല്ലാവരെയും സുഖപ്പെടുത്തുന്നവൻ. അവിടുത്തെ മുമ്പിൽ ശതാധിപനും സമറിയാക്കാരിയും പാപിനിയും കുഷ്ഠരോഗിയും മത്തായിയും സഖേവൂസും കുരിശിലെ കള്ളനും ഒരുപോലെയാണ്. എല്ലാവർക്കും രക്ഷയും കരുണയും പകർന്നു കൊടുക്കുന്നവനാണ്. അവിടുന്നാണ് യഥാർത്ഥ രക്ഷകൻ. മൂന്നാമതായി, ഈ രക്ഷകന്റെ അല്ലെങ്കിൽ